കൂടുതൽ വാർത്താറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് ഉത്തരവിറങ്ങി. മാറ്റങ്ങൾ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രതിദിനം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടവരുടെ എണ്ണം 30 നിജപ്പെടുത്തി. ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഡാഷ്ബോർഡ് ക്യാമറ ഘടിപ്പിക്കണം തുടങ്ങി നിരവധി മാറ്റങ്ങളാണ് പരിഷ്കരിച്ച ടെസ്റ്റിനുള്ളത്. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുമെന്നതാണ് KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റയുടൻ പ്രഖ്യാപിച്ചത്. ഇതിനായി 10 അംഗ കമ്മിറ്റിയെയും രൂപീകരിച്ചിരുന്നു. കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിശദമായി പഠിച്ചാണ് പരിഷ്കാരങ്ങൾ വരുത്തിയത്. ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കൈകൊണ്ട് ഗിയർ പ്രവർത്തിപ്പിക്കുന്ന വാഹനത്തിന് പകരം കാലിൽ ഗിയറുള്ള വാഹനം നിർബന്ധമാക്കി. കാർ ലൈസൻസ് എടുക്കാൻ ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനം, ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കാൻ പാടില്ല. നേരത്തെ കാറിന്റെ ലൈസൻസ് എടുക്കാൻ H മാത്രം മതിയായിരുന്നു. ഇനി വെറും H അല്ല എടുക്കേണ്ടത്. ആംഗുലാർ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, സിഗ്സാഗ് ഡ്രൈവിംഗ്, കയറ്റത്ത് നിർത്തുന്നതും പുറകോട്ട് എടുക്കുന്നതും കൂടി ഗ്രൗണ്ട് ടെസ്റ്റിൽ ഉൾപ്പെടുത്തി. റോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിലെടുക്കാതെ റോഡിൽ തന്നെ നടത്തണം. ഡ്രൈവിംഗ് സ്കൂളുകൾ കൊണ്ടുവരുന്ന വാഹനത്തിൽ ഡാഷ്ബോർഡ് ക്യാമറ ഉണ്ടായിരിക്കണം. 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനത്തിൽ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളുമുണ്ട്. പരിഷ്കരിച്ച ടെസ്റ്റ് നടത്താനുള്ള ഗ്രൗണ്ട് എവിടെ, എങ്ങനെ തയ്യാറാക്കുമെന്നത് മോട്ടോർ വാഹന വകുപ്പിനും ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ഒരുപോലെ വെല്ലുവിളിയാണ്. പ്രധാന നിർദ്ദേശങ്ങൾ ഇങ്ങനെ: കാൽപാദം കൊണ്ട് ഗിയർ പ്രവർത്തിക്കുന്ന 95 cc മുകളിലുള്ള ഇരുചക്ര വാഹനത്തിൽ ടെസ്റ്റ് നടത്തണം. 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കാറിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ പരിശീലനം കൊടുക്കരുത്. ഓട്ടോമാറ്റിക് ഗിയർ, ഇലക്ട്രിക് വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തരുത്. ഡ്രൈവിംഗ് ടെസ്റ്റിലെ ഗ്രൗണ്ട് ടെസ്റ്റ് പരിഷ്കരിച്ചു. പ്രതിദിനം 1 MVIയും AMVIയും ചേർന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടവരുടെ എണ്ണം 30 നിജപ്പെടുത്തി. ഇതിൽ 20 പേർ പുതിയതും 10 പേർ നേരത്തെ പരാജയപ്പെട്ടവരുമായിരിക്കണം. ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന LMV വിഭാഗത്തിലെ വാഹനത്തിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഡാഷ്ബോർഡ് ക്യാമറ VLDC ഘടിപ്പിക്കണം. ഡ്രൈവിംഗ് പരിശീലകർ കോഴ്സ് പാസ്സായവരാകണം. തുടങ്ങിയവയാണ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരിഷ്കരിച്ച മാറ്റങ്ങൾ.